കോട്ടയത്ത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷം. ഓമല്ലൂരിനടുത്ത് ദീവട്ടിപ്പട്ടിക്ക് സമീപം ക്ഷേത്രോത്സവത്തിനിടെയാണ് ഇരു വിഭാഗങ്ങളിൽപ്പെട്ടവർ തമ്മിൽ സംഘർഷമുണ്ടായത്. കലാപകാരികൾ പ്രദേശത്തെ നിരവധി കടകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. വിനയ് ഉണ്ണിയുണ്ട് വിശദാംശങ്ങളുമായി. വിനയ്, ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്വര, ഇന്ന് ഈ സേലത്തിനടുത്ത് ഈ തീവട്ടിപ്പെട്ടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഈ ഉത്സവത്തിന്റെ ഭാഗമായി ായിരുന്നു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, ഇരു ജാതിയിൽപ്പെട്ട വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. പ്രദേശത്ത് ഈ മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ആദ്യം ആര് പ്രവേശിക്കുന്നതിനെ തുടർന്നായിരുന്നു സംഘർഷം. തുടർന്ന് ഒരു വിഭാഗം അകത്ത് പ്രവേശനം തുടർന്ന് എതിർ വിഭാഗം കലാപം അഴിച്ചുവിടുകയായിരുന്നു. കലാപകാരികൾ പ്രദേശത്തെ നിരവധി കടകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. തുടർന്ന് സേലം SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രദേശത്ത് ലാത്തിച്ചാർജ് നടത്തി. കലാപകാരികളായ 23 പേരാണ് ഇപ്പോൾ നിലവിൽ സേലം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇരുഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും ഇതാദ്യമായാണ് ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം അറസ്റ്റിലായ 23 പേരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ ഇപ്പോഴും സേലം SP ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. സേലം ബംഗളൂരു ഹൈവേ തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ഉള്ളത്. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്.